Hi students, how are you all? Today I am going to teach you the second lesson of English literature. Lesson 2, A Good Play. First of all, I will tell you the introduction of the poem. This poem was written by R.L. Stevenson. This poem is based on the theme of how children create a world out of their imagination. And here two children, Tom and the poet, make up a sailing game. They build a ship using sofa pillows and get water from the nursery bucket. They also get an apple and a slice of cake so that they have something to eat. They play till tea time. It is one of the best games they have played. The poet is left alone after Tom falls and hurt his knees. ഈ പോയം രണ്ട് കുട്ടികളുടെ ഒരു ഇമാജിനറി ഗെയിമാണ്. അവർ ഒരു ഷിപ്പിൽ പോകുന്നത് അവർ ഇമാജിൻ ചെയ്യുകയാണ്. അവരെങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേഴ്സിൻ്റെ മുകളിലായിട്ട് രണ്ട് ചെയേഴ്സ് ഇടുക. ചെയേഴ്സ് ഇട്ടിട്ട് അതിങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പില്ലോസ് എല്ലാം നിരത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കും. ഇരുന്ന് അവരെ ഇമാജിൻ ചെയ്യുവാണ് അവർ ഷിപ്പിൽ പോവുകയാണെന്നുള്ളത്. അതിനുള്ള തിങ്സാണ് അവർ എടുക്കുന്നത്. പല തിങ്സ് അവരെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് കേക്കും ആപ്പിളും എടുക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരാൾ ടോം ഈ ഷിപ്പിൽ നിന്ന് താഴെ വീഴും. താഴെ വീണ് കഴിയുമ്പം ഈ പോയറ്റ് മാത്രമേ ആ ഷിപ്പിലുള്ളൂ. ഇതിനകത്തെ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ടോമും ഒന്ന് പോയറ്റുമാണ്. പോയറ്റ് ആരാണ്? R.L. സ്റ്റീവൻസൺ. അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നതാണ് ഈ പോയം. ഓക്കെ, ലെറ്റ് us start our poem. Look at the first stanza. We built a ship upon the stairs, all made of the back bedroom chairs, and filled it full of sofa pillows to go a sailing on the billows. Look at the first sentence. We built a ship upon the stairs. നമുക്ക് സ്റ്റേഴ്സിൻ്റെ മുകളിൽ, സ്റ്റെപ്പിൻ്റെ ഒക്കെ മുകളിലായിട്ട് നമുക്ക് ഒരു ഷിപ്പ് ഉണ്ടാക്കാം. ഓൾ മെയ്ഡ് ഓഫ് ദി ബാക്ക് ബെഡ്റൂം ചെയേഴ്സ്. എങ്ങനെയാണ് ഷിപ്പ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ചെയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഷിപ്പ് ഉണ്ടാക്കുന്നത്. And filled it full of sofa pillows to go a sailing on the billows. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, രണ്ട് ചെയേഴ്സ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. വെച്ചിട്ട് ആ ചെയേഴ്സിനകത്ത് പില്ലോസ്, തലവണയില്ലേ, പില്ലോസ് അതിനകത്ത് ഇങ്ങനെ നിറയ്ക്കുക. എന്നിട്ട് ടു ഗോ എ സെയിലിംഗ് ഓൺ ദ ബില്ലോസ്. ഷിപ്പ് എതുവഴിയാണ് പോണത്? ഷിപ്പ് എങ്ങനെയാണ് പോണത്? കടലിൽ കൂടെ അല്ലേ പോണേ. കടലിൽ കൂടെ പോകുമ്പം സീ കൂടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വേവ്സ് ഇല്ലേ, തിരമാലകളില്ലേ. അപ്പം തിരമാലകൾ എങ്ങനെ അടിക്കും? ബില്ലോസ് മീൻസ് ലാർജ് വേവ്സ് ഓൺ ദി സീ. ബില്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലുള്ള വലിയ തിരമാലകളാണ്. അതിനാണ് ബില്ലോസ് എന്ന് പറയുന്നത്. അപ്പം അവർ ആ കടലിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഓളമടിച്ച് അവരിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. Then the next stanza. We took a sow and several knees and water in the nursery pails. And Tom said, let us also take an apple and a slice of cake, which was enough for Tom and me, to go a sailing on till tea. We took a sow and several nails. നമുക്ക് ഒരു സോ എടുക്കണം. സോ മീൻസ് എ ഷാർപ്പ് ടൂൾ യൂസ് ടു കട്ട് വുഡ്. തടിയൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന വാളിനാണ് സോ എന്ന് പറയുന്നത്. എ ഷാർപ്പ് ടൂൾ യൂസ് ടു കട്ട് വുഡ്. സോയും എടുക്കണം, കുറച്ച് നെയിൽസും എടുക്കണം, ആണിയും എടുക്കണം. ഇവരിങ്ങനെ ഷിപ്പിൽ പോകുമ്പോൾ എന്തൊക്കെ തിങ്സാണ് എടുക്കുന്നതെന്ന് ഇവർ പറയുകയാണ്. And Tom said, let us also take an apple and a slice of cake. ടോം പറയുകയാണ്,
അത് മാത്രം പോരാ, പിന്നെന്ത് വേണം? നമുക്ക് വിശക്കത്തില്ലേ? അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഒരാപ്പിളും എ സ്ലൈസ് ഓഫ് കേക്ക്, ഒരു പീസ് കേക്ക് എടുക്കണം. വിച്ച് വാസ് ഇനഫ് ഫോർ ടോം ആൻഡ് മീ. ടോമിനും എനിക്കും. ഞാനെന്ന് പറയുന്നത് ഇവിടെ ആരാണ്? പോയറ്റാണ്. R.L. സ്റ്റീവൻസൺ പോയറ്റാണ് ഇവിടെ. ടോം കഴിഞ്ഞ് മീ എന്ന് പറയുന്നത് പോയറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിച്ച് വാസ് ഇനഫ് ഫോർ ടോം ആൻഡ് മീ. ടോമിനും എനിക്കും അതേ ആവശ്യമുള്ളൂ. ടു ഗോ എ സെയിലിംഗ് ഓൺ ടിൽ ടീയുടെ ടൈം വരെ, അതുവരെ ആ ടൈമിൽ നമുക്ക് ഈ ഒരു ഫുഡ് മാത്രം മതി. We sailed along for days and days and had the very best of place. But Tom fell out and hurt his knees, so there was no one left but me. ഇവര് ഈ ഷിപ്പിൽ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് കളിക്കാണ്. We sailed along for days and days. നമുക്ക് ഇവരിങ്ങനെ ഷിപ്പ് തുഴഞ്ഞ് അല്ലെങ്കിൽ ഷിപ്പിൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർ ഇമാജിൻ ചെയ്യുകയാണിത്. ആൻഡ് ഹാഡ് ദി വെരി ബെസ്റ്റ് ഓഫ് പ്ലേസ്. ഇവരുടെ ഏറ്റവും നല്ല ഗെയിം ഇതാണ്, ഈ ഗെയിമാണ് അവർ കളിക്കുന്നത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ബട്ട് ടോം ഫെൽ ഔട്ട് ആൻഡ് ഹേർട്ട് ഹിസ് നീസ്. പെട്ടെന്ന് ടോം എന്ത് പറ്റി? ടോം താഴെ വീണു. താഴെ വീണു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുട്ട് പൊട്ടി. സോ ദർ വാസ് നോ വൺ ലെഫ്റ്റ് ബട്ട് മീ. ഷിപ്പിൽ നിന്ന് ടോം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? പോയിട്ട് മാത്രമേ ഉള്ളൂ. സോ ദർ വാസ് നോ വൺ ലെഫ്റ്റ് ബട്ട് മീ. പിന്നെ ഞാൻ മാത്രമേ ആ ഷിപ്പിലുള്ളൂ. I hope you enjoy this poem. Thank you, children.